25/6/2025 വയനാട്ടിൽ ഒരു ചെറിയ മഴയായിരുന്നു. പ്രത്യേകിച്ചും മേപ്പാടി, മുണ്ടക്കൈ, ചൂരമല ഭാഗങ്ങളിൽ അതിശക്തമായ മഴ. അവിടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രദ്ധ, അറിയിപ്പ് ഇതൊന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ പാവപ്പെട്ട 6 ആളുകൾ ഇന്ന് കോടതി കയറി ഇറങ്ങേണ്ടി വന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു അറിയിപ്പ്, മുന്നറിയിപ്പ്, മഴ മുന്നറിയിപ്പോ കാര്യങ്ങളോ അവിടുത്തെ പ്രദേശത്തിലെ ആളുകൾക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ ബെയിലി പാലത്തിന് അപ്പുറത്ത് പോയിട്ട് അവരുടെ നിത്യ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് ഈ വെള്ളം കയറി ബെയിലി പാലത്തിന് അടിത്തറ അടക്കം ഇളകിയ സാഹചര്യം ഉണ്ടായത്. അത് നമ്മളെന്നെ പത്രത്തിൽ കണ്ടതാണ്. ആ സമയത്ത് ഉദ്യോഗസ്ഥരെ വിവരറിയിച്ചിട്ട് ഇവർ വരുന്നത് 11:30 മണിക്കാണ്. ഈ FIR പ്രകാരം തന്നെ 11:30 മണിക്കാണ് സംഭവം എന്നാണ് പറയുന്നത്. 11:30 മണിക്ക് രാവിലെ മുതലുള്ള സംഭവത്തിൽ ഉദ്യോഗസ്ഥർ വരാത്തതിൽ ആ നാട്ടിലെ ജനങ്ങൾ ഒരു മോബ് മൊത്തം ആളുകൾ ഈ പുഴയുടെ അപ്പുറത്ത് ജോലിക്ക് പോവുകയും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാതെ ബുദ്ധിമുട്ട് ജനങ്ങളുടെ ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ പ്രതിഷേധം മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലാണ് കള്ളക്കേസ് ഈ 6 ആൾക്കെതിരെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കള്ളമായ കേസാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ ആക്ട്, PDPP ആക്ട് പ്രകാരമുള്ള കേസുകളുണ്ട്. ഒപ്പം തന്നെ BNS പ്രകാരമുള്ള കേസുകൾ, IPC 353, 332 അടക്കമുള്ള ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. അത്തരം കേസുകൾ എടുക്കാനുള്ള യാതൊരു സാഹചര്യം കേസിലില്ല. ഒരു പരിക്ക് പോലും ഈ ഉദ്യോഗസ്ഥനില്ല. ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടറുടെ അടുത്ത് വൂണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ വൂണ്ട് സർട്ടിഫിക്കറ്റ് പോലും യാതൊരു പരിക്കുകളും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനത്തെ ഒരു കേസിലാണ് ഈ ആളുകളെ ജയിലിലിടണമെന്ന വാശിയിൽ 332 IPC 332 അതുപോലെ തന്നെ 353 ഒക്കെ ചാർജ് ചെയ്തിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ ഡാമേജസ് നടത്തിയെന്ന് പറഞ്ഞിട്ടുള്ള രൂപത്തിൽ കള്ളക്കേസെടുത്തിരിക്കുന്നു. മാത്രമല്ല, ഒരു 20 വർഷം പഴക്കമുള്ള ജീപ്പ്, ആ ജീപ്പിന്റെ റിയർ വ്യൂ മിറർ ഗ്ലാസ് പൊട്ടിച്ചു എന്ന കേസ്. ആ ഗ്ലാസ് പൊട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ ഗ്ലാസിന് 5000 രൂപയാണ് വില ഇരിക്കുന്നത്. ഒരു ബെൻസ് കാറിന്റെ റിയർ വ്യൂ മിറർ ഗ്ലാസിനുള്ള വിലയാണ് ഇവർ പറയുന്നത്, ഒരു 5000 രൂപ പോയി. അപ്പോൾ ഇവരെ ജയിലിലിടുക എന്നുള്ള വാശി തന്നെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും കോടതിക്ക് സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന്റെ ബഹുമാനപ്പെട്ട കോടതിക്ക് സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജാമ്യം നൽകിയത്. മാത്രമല്ല, ഭരണഘടന അനുശാസിക്കുന്ന ഒരു കേസിൽ ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ അറസ്റ്റിന്റെ കാരണങ്ങൾ, ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് പറയണമെന്ന് ഭരണഘടന 21 പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട്. അതുപോലും പാലിക്കാതെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഇപ്പോൾ ജാമ്യം കിട്ടി ഇവർ പുറത്തിറങ്ങിയത്. ഉപാധികളുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ഇവർ സ്റ്റേഷനിൽ പോയി ഒപ്പിടണമെന്നും 2500 രൂപ വീതം ഓരോരുത്തരും ഈ വാഹനത്തിന്റെ നഷ്ടത്തിലേക്ക്, ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഡാമേജസിന്റെ പേരിൽ 2500 രൂപ വീതം ഓരോരുത്തരും അടക്കണം എന്നും മറ്റു കേസിൽ ഉൾപ്പെടാൻ പാടില്ല എന്നും പോലീസുമായി സഹകരിക്കണമെന്നും അന്വേഷണമായിട്ട് സഹകരിക്കണമെന്നും ആളുകളെ ഭീഷണിപ്പെടുത്തുകയോ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നും വിധി